ചേട്ടാ പേരെന്താ? കേട്ടില്ലേ? പേരെന്താ? ചേട്ടാ പേരെന്താ? പുഷ്പരാജ്, പുഷ്പലത. അമ്മ ഇത് രണ്ടും കൂടെ നമ്മളൊന്നുമില്ലെങ്കിൽ ന്യൂ ജനറേഷൻ. എനിക്ക് കല്യാണം വേണ്ട. ഈ ചേട്ടൻ സംസാരിക്കുമ്പോ എന്തോ ഒരു ഒച്ച. എന്റെ പൊന്നുമോളെ 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്ന ചെറുക്കനാ. ഒച്ച വെച്ച് അവന് ഒച്ചയാന്നും പറഞ്ഞ് നീ കല്യാണം മുടക്കരുത് കേട്ടോ. ഈ കല്യാണം അച്ഛൻ മിക്സ് ചെയ്ത് ഈ കല്യാണം നടത്തണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ഞാൻ പേടിച്ചു പോകൂലേ അച്ഛാ. മക്കളെ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്താൽ മതി. മക്കള് ജനറേറ്റർ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഭയങ്കര അരോചകമല്ലേ. പക്ഷെ അതിൽ നിന്ന് കറണ്ട് വരുമ്പോ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, എന്തൊരു വെളിച്ചമാണ്, എന്തൊക്കെ പ്രയോജനം ഉണ്ട്. അങ്ങനെ കരുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ അച്ഛൻ എന്നെ കൂർക്കമ്പലി ഉണ്ടായിരുന്നല്ലോ. ഒരു അച്ഛൻ മാമന്റെ വീട്ടിൽ പോയപ്പോ മോള് വിളിച്ച് പറഞ്ഞില്ലേ, അച്ഛാ ഇങ്ങി വാ, അച്ഛാ ഇങ്ങി വാ, എനിക്ക് അച്ഛന്റെ കൂർക്കമ്പലി കേട്ടാലേ ഉറക്കം വരുവുള്ളെന്ന്. അങ്ങനെ അച്ഛൻ വന്ന് കൂർക്കം വലിച്ച് ഉറക്കുന്നില്ലേ. ഇതൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അച്ഛന്റെ കൂർക്കമ്പലി വെച്ച് നോക്കുമ്പോ ഇതിന് എന്നാ താളമാണെന്നറിയോ? അപ്പൊ ഏതൊക്കെയായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്താലാ. അങ്ങനെയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞങ്ങളൊരു 30 പേര് ചെറുക്കന്റെ വീട്ടിലോട്ട് അങ്ങ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മള് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഒരു 35 പേര് ചൊവ്വാഴ്ച വരാം. ഇങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച ഞങ്ങൾ ചെറുക്കന്റെ വീടും പരിസരമൊക്കെ കാണാൻ വേണ്ടി ഒരു 40 പേര് അങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് പെണ്ണും കൂട്ടരും ചെറുക്കനും എല്ലാം കൂടി ചേർന്ന് വ്യാഴാഴ്ച നമ്മളിങ്ങോട്ട് വന്നാലോ? ആണല്ലേ? അങ്ങനെ ഈ കാരണവന്മാരെ കാണിച്ചില്ലെങ്കിൽ ചെറിയ പ്രശ്നമാണ്. പിന്നെ അത് ഒരു വിഷയം ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരു 10-60 കാരണവന്മാര് വെള്ളിയാഴ്ച അങ്ങോട്ട് വരും. നമുക്ക് മൊത്തം 110 കാരണവന്മാരുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ഈ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നാലോ? ഇതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുമെങ്കിൽ, ഈ പോക്കരവിന്റെ ഇടയ്ക്ക് സമയം കിട്ടുമെങ്കിൽ എന്റെ ഇവിടെ കല്യാണം എന്റെ പൊന്നു മോനെ, നിന്റെ ഇവിടെയും കല്യാണം ഞങ്ങൾ ആക്കി തന്നാ പോരെ. ആണല്ലേ? തന്നിരിക്കും.